തോമസ് കവാലം എഴുതിയ മിനിക്കഥ കടപ്പാട്. ശബ്ദം നൽകുന്നത് ജെസി ജോൺ. കേശവൻ ഒരു ചായക്കടക്കാരനായിരുന്നു. പട്ടണത്തിലെ ബസ് സ്റ്റാൻഡിലെ ഒരു ചെറിയ ചായക്കടയിൽ കേശവന്റെ ദിവസം തുടങ്ങിയിരുന്നു. ചായ ഗ്ലാസുകൾ, പാത്രങ്ങൾ, പ്ലേറ്റുകൾ എല്ലാം ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതായിരുന്നു അയാളുടെ ഏകാന്ത ലോകത്തിന്റെ സന്തോഷം. അയാളുടെ ഭാര്യ 5 വർഷം മുൻപ് മരിച്ചു പോയിരുന്നു. ഏക മകനും നഷ്ടപ്പെട്ടു. കേശവന്റെ മുഖത്ത് അന്നൊരു വ്യത്യസ്തതയുണ്ടായിരുന്നു. അന്നായിരുന്നു ഒരു അതിഥിയെ പോലെ അവൻ അയാളുടെ കടയിലേക്ക് കടന്നു വന്നത്. പക്ഷേ സന്തോഷത്തിന് പകരം ഒരു ഭയപ്പെടുത്തുന്ന കിനാവ് പോലെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ സംഭവം അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. അന്ന് പുലർച്ചെ സൂര്യൻ ഒരു ഓറഞ്ച് പോലെ കാണപ്പെട്ട ദിവസം. ആകാശം ആ നിറം അങ്ങോളം ഇങ്ങോളം പടർത്തി. അന്ന് കേശവൻ തന്റെ ഓലമേഞ്ഞ പുരയുടെ മുകളിലിരുന്ന് താഴേക്ക് നോക്കി. പുര ഒട്ടുമുക്കാലും വെള്ളത്തിൽ മുങ്ങിക്കിടന്നിരുന്നു. അയാൾ എപ്പോൾ എങ്ങനെ പുരപ്പുറത്ത് കയറി എന്ന് ആലോചിച്ച് അത്ഭുതപ്പെട്ടു. അവൻ കൂട്ടായി അടുത്ത് തന്നെ അവന്റെ 15 വയസ്സുള്ള ഒരേ ഒരു മകനും പൂച്ചയും ഇരിപ്പുണ്ടായിരുന്നു. കുട്ടനാട്ടുകാരനായ കേശവന് വെള്ളപ്പൊക്കം ഒരു പുത്തിരിയൊന്നുമല്ലായിരുന്നു. വെള്ളം കയറും, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കിടക്കും, പിന്നെ ഇറങ്ങും. 50 വയസ്സുള്ള അയാൾ ആ പ്രായത്തിനിടയ്ക്ക് പല വെള്ളപ്പൊക്കങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരെണ്ണം ജീവിതത്തിൽ ആദ്യമായിരുന്നു. 10 ദിവസം കഴിഞ്ഞിട്ടും കയറിയ വെള്ളം 1 ഇഞ്ച് പോലും താന്നില്ല. അന്ന് അവിടെ എത്തിയ യുവാവ് ആ ദിനവും അയാളുടെ ജീവിതവും മാറ്റിമറിച്ചു. വെള്ള ഷർട്ടും നീല ജീൻസും ധരിച്ചാണ് ആ യുവാവ് ചായക്കടയിലേക്ക് എത്തിയത്. അച്ഛാ, ഒരു കപ്പ് ചായ, അവൻ പറഞ്ഞു. തരാം, അല്പം ഇരിക്കണേ, അയാൾ സാവധാനം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ആരാ? ഈ ഭാഗത്തൊന്നും ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ അല്പം ദൂരെ നിന്ന് വരിക. പിന്നെന്താ ഇവിടൊക്കെ? വളരെ ജിജ്ഞാസയോടെ അയാൾ തിരക്കി. അവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ചായ ഒഴിച്ചുകൊണ്ടിരിക്കെ യുവാവ് എന്തോ കടയുടെ ചുമരിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേശവൻ ശ്രദ്ധിച്ചു. അവിടെ തൂങ്ങിക്കിടന്ന ഒരു പഴയ ഫോട്ടോ. അതെ, അത് തന്നെ. 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വെള്ളപ്പൊക്കത്തിന്റെ ചിത്രമായിരുന്നു അത്. ആ ദിവസങ്ങളിലെ പത്രങ്ങളിൽ വന്ന കേശവന്റെയും മകന്റെയും ഒരു ഫോട്ടോ അയാൾ മുറിച്ചെടുത്ത് സൂക്ഷിച്ചു വെച്ചതായിരുന്നു അത്. ഇത് നിങ്ങളാണോ അച്ഛാ? അച്ഛൻ. ആ വാക്കുകൾ വീണ്ടും കേട്ടപ്പോൾ കേശവൻ അത്ഭുതപ്പെട്ടു. ആ സ്വരം അവന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ജലപ്രളയത്തിലേക്ക് അത് അയാളെ കൂട്ടിക്കൊണ്ടുപോയി. വിധി ക്രൂരമായി തന്റെ മകനെ തന്നിൽ നിന്നും വേർപെടുത്തിയ ആ ദിവസം. അതിനെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസവും ഒരു നിമിഷവും അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അച്ഛന് അന്ന് ആ വെള്ളപ്പൊക്കത്തിൽ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്? ആ യുവാവിന്റെ ചോദ്യം അയാളിൽ പരിസരബോധം ജനിപ്പിച്ചു. കേശവൻ ദീർഘനിശ്വാസം വിട്ടു. എന്നിട്ട് പറഞ്ഞു, അതേ മകനെ, അന്ന് എന്റെ വീട് വെള്ളത്തിൽ മുങ്ങിയിരുന്നു. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാറ്റിനുപരി എന്റെ പൊന്നുമോൻ സോനു, അവനായിരുന്നു എന്റെ എല്ലാം. അന്ന് ആ പ്രളയത്തിൽ ഞാൻ എന്റെ വീടിന്റെ കൂരയിൽ അകപ്പെട്ടിരിക്കെ ആരോ ഒരുവൻ ഒരു ബോട്ടിൽ വന്ന് എന്റെ മകനെ രക്ഷിച്ചു. ഒരു സ്വർഗദൂതനെ പോലെ. എനിക്കും കൂടി കയറാൻ അതിൽ ഇടമുണ്ടായിരുന്നില്ല. അവർ അവനെയും കൊണ്ട് പോയി. അതിനുശേഷം 5 ദിവസം ഞാൻ ആ കുടിലിന്റെ കൂരയിൽ ഇരുന്നു. വിശന്നും ദാഹിച്ചും ഞാൻ ജീവിതത്തോടെ പടവെട്ടി. ഞാനും എന്റെ പൂച്ചയും. എന്നെ ആരും ശ്രദ്ധിച്ചില്ല. ഈ നാട്ടിലുള്ളവരെല്ലാം ഇവിടം വിട്ട് സമീപത്തുള്ള പട്ടണങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. പിന്നീട് വന്ന മറ്റൊരു വെള്ളത്തിൽ ഞാൻ മറ്റൊരു ദേശത്ത് ചെന്നുപെട്ടു. പിന്നെ ഞാൻ എന്റെ മകനെ കണ്ടിട്ടില്ല. ആ നല്ല മനുഷ്യൻ കാരണം അവൻ ജീവനോടെ ഉണ്ടാകും. യുവാവ് നിശബ്ദമായി കേശവന്റെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നെ അവൻ പറഞ്ഞു, അച്ഛാ, ആ ബോട്ടിൽ അന്ന് കയറിയപ്പോ പോയ ആ മകനാണ് ഞാൻ. അതേച്ചാ, ഞാൻ അച്ഛന്റെ മകൻ സോനു. ഞാൻ അച്ഛനെ എവിടെയെല്ലാം തിരഞ്ഞു. കേശവന്റെ കൈകൾ വിറച്ചു. ചായക്കറ പുരണ്ട തവിട്ടുപാടുകളുള്ള കൈകൾ ആ യുവാവിന്റെ കൈകളെ പിടിച്ചമർത്തി. കണ്ണുനീർ ധാരധാരിയായി ഒഴുകി. എനിക്ക് പറയാൻ ഒന്നുമില്ല മകനെ. എനിക്ക് എന്റെ നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. ഞാൻ ആരോടെല്ലാം കടപ്പെട്ടിരിക്കുന്നു. ഈശ്വരനോട്, നിന്നെ വളർത്തിയ ആ കൈകളോട്, ഇപ്പോൾ നിന്നോടും. കേശവൻ വിങ്ങിയ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് തേങ്ങി.
യുവാവ് മന്ദമായി പറഞ്ഞു, അച്ഛാ, അന്ന് ഞാൻ വെറും ഒരു കുഞ്ഞായിരുന്നു. അച്ഛൻ എന്ന് പറഞ്ഞ അനുഗ്രഹ വാക്കുകൾ ഇന്നും ഞാൻ ഓർമ്മിക്കുന്നു. മകനെ, നിനക്ക് ജീവിതത്തിൽ നല്ലത് വരട്ടെ. നീയും ഇവരെ പോലെ എന്നും ജീവൻ രക്ഷിക്കുന്നവനാകണം. അതുകൊണ്ട് ഞാൻ നന്നായി പഠിച്ചു. ഇന്ന് ഒരു ഡോക്ടറായി. അവരിരുവരും പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ കാലം തന്നെ ഒരു നിമിഷം നിന്നു പോയതുപോലെ അയാൾക്ക് തോന്നി. നന്ദി.